ശ്രീ എം രാജഗോപാലൻ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സാർ, ജനക്ഷേമ പദ്ധതികളിലൂടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും നെറുകയിലെത്തിയിട്ടുള്ള കേരളം വർത്തമാനകാലത്ത് ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ധനാഭ്യർത്ഥനകളെയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ധനാഭ്യർത്ഥനകളെ ആദ്യമായി പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ നടന്ന ക്വാണ്ടം ജമ്പ് വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് സാർ. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സർക്കാർ ആശുപത്രികൾ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിക്കുന്ന സർക്കാർ സ്കൂളുകൾ, ഇതുവരെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഈ കുതിപ്പ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിലുള്ള മാജിക് ഫോർമുലയായി കിഫ്ബി കേരളത്തിൽ മാറുകയുണ്ടായി സാർ. പരിമിതമായ വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണത്തിലൂടെയാണ് കേരളം ഒരു കാലത്ത് ലോകശ്രദ്ധ ആകർഷിച്ചത്. അമർത്യ സെന്നിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുഖ്യ പഠന മേഖലയായി പോലും ഇത് മാറി. എന്നാൽ കാലക്രമേണ വികസന രംഗത്തെ മുരടിപ്പ് സാമൂഹിക നീതിയിലെ നേട്ടങ്ങൾക്ക് തന്നെ വിലങ്ങുതടിയാവുകയായിരുന്നു സർ. വരുമാനത്തിൻ്റെ കാര്യത്തിൽ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ആധുനിക കാലം ആവശ്യപ്പെടുന്ന നിലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് അസാധ്യമായി മാറുകയായിരുന്നു. പശ്ചാത്തല വികസനത്തിന് മൂലധനമിറക്കാൻ കടം വാങ്ങുന്നതിനും നിയമപരമായ പരിധികൾ പലതും തടസ്സമായി സർ. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കേരളം ആവിഷ്കരിച്ച ഏറ്റവും ഭാവനാപൂർണമായ നീക്കം കൂടിയായിരുന്നു കിഫ്ബി പദ്ധതി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുതൽ മുടക്കാതെ സാമ്പത്തിക വികസനം ഒരിക്കലും സാധ്യമല്ല. ഈ മേഖലകളിൽ മുതൽ മുടക്കുന്നതിനുള്ള വിഭവങ്ങളുടെ അഭാവമാണ് അവികസിത രാജ്യങ്ങളുടെ അടിസ്ഥാന പ്രശ്നം. സർ, 1956 റിച്ചാർഡ് നെൽസൺ മുന്നോട്ട് വെച്ച ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് എന്ന സിദ്ധാന്തമനുസരിച്ച് അവികസിത രാജ്യങ്ങളുടെ വരുമാനം കുറവായതിനാൽ അവയുടെ സേവിങ്സ് റേറ്റും തന്മൂലം ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റും കുറവായിരിക്കും. കുറഞ്ഞ മുതൽ മുടക്ക് താഴ്ന്ന വരുമാനത്തിന് കാരണമാകുന്നു. മേൽപ്പറഞ്ഞ ട്രാപ്പിൽ നിന്നും പുറത്തു വരിക എന്നതാണ് അവികസിത രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമസ്യ. വരുമാനം കുറഞ്ഞ നിലയിൽ ആയിട്ട് പോലും വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നിലയിലുള്ള സാമൂഹിക വികസനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ജനങ്ങൾക്ക് സ്വായത്തമാക്കി എന്നതാണ് കേരള വികസന മോഡലിൻ്റെ അന്തസത്ത. സർ, മൂലധന നിക്ഷേപം ചുരുങ്ങിയ സംസ്ഥാനത്ത് കാർഷിക വ്യാവസായിക തുറകൾ ഏറെക്കുറെ നിശ്ചലമായി തുടരുമെന്നതിന് മികച്ച ഉദാഹരണമായിരുന്നു കേരളം. എന്നാൽ മന്ദഗതിയിലായിരുന്ന സംസ്ഥാന വികസനത്തിന് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നതിൽ ശക്തമായ ഇടപെടൽ പിണറായി സർക്കാരിന് ഈ കഴിഞ്ഞ കാലയളവിൽ നടത്താൻ കഴിഞ്ഞു. വരുമാന കേന്ദ്രീകരണം അധികാര കേന്ദ്രീകരണമാണ് സർ. അധികാര കേന്ദ്രീകരണം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്. ആരോഗ്യകരമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ന്യായയുക്തമായ പങ്കിടലിൽ അധിഷ്ഠിതമാകണം. എന്നാൽ സമീപകാല പ്രവണതകൾ ആരോഗ്യകരമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് സർ. സർ, കേരളം ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർ. സാമ്പത്തിക പ്രതിസന്ധിയല്ല സർ കേരളം നേരിടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കൽ നയം മൂലമുള്ള പണലഭ്യതയുടെ പ്രശ്നമാണ്. എന്നാൽ പണഞെരുക്കം അഭിമുഖീകരിക്കുമ്പോഴും സാമ്പത്തിക പ്രവർത്തനങ്ങൾ കരുത്തോടെ മുന്നേറുന്ന പ്രതിഭാസത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപം, ഉൽപാദനം, തൊഴിൽ, വരുമാനം, വിൽപ്പന എന്നിവയെല്ലാം ഭേദപ്പെട്ട രീതിയിൽ മുന്നേറുന്നതായി സ്ഥിതിവിവരങ്ങൾ തെളിയിക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വരുമാനം, ആളോഹരി വരുമാനം, തനത് നികുതി വരുമാനം എന്നിവയുടെ വർധനയുടെ പാതയിലാണ് ഇന്ന് കേരളം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. സാർ, സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയത് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ ആക്കം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് സർ. ചെലവ് ചുരുക്കി കമ്മി കുറക്കലാണ് ശരിയായ ധനമാനേജ്മെൻറ്റ് എന്നതിൻ്റെ ജനോന്മുഖ ബദലാണ് ചെലവും വരുമാനവും ഉയർത്തിയുള്ള ധനമാനേജ്മെൻറ്റ്. റവന്യൂ ധനക്കമ്മികൾ പരിധിക്കുള്ളിൽ ഒതുക്കുക അതിൻ്റെ ഭാഗമാണ് സർ. 2017-18 ആകെ ചെലവ് 1,20,070 കോടി രൂപയായിരുന്നു സർ. 2023-24 1,76,089 കോടി രൂപയായി വളർന്നു. കഴിഞ്ഞ 6 വർഷം സർക്കാർ ചെലവുകൾ 8.22% തോതിൽ വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. അതേസമയം റവന്യൂ കമ്മി 2021-22 2.33% നിന്ന് 2022-23 2.09%ലേക്കും ധനക്കമ്മി 3.99% നിന്നും 3.45%ലേക്കും കുറക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ധനപരമായ അച്ചടക്കം നിലനിർത്തിയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2024-25 റവന്യൂ കമ്മി 2.12%ലേക്കും ധനക്കമ്മി 3.40%ലേക്കും കുറക്കുന്നതിന് ലക്ഷ്യപ്പെടുന്നു സാർ. ജനങ്ങളുടെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ വളർത്തുന്നതിൽ സർക്കാർ ചെലവുകൾ പ്രധാന പങ്കാണ് സാർ വഹിക്കുന്നത്. വികസന സാധ്യതയില്ലെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന വ്യാവസായിക മേഖല ഇന്ന് കുതിപ്പിൻ്റെ വേഗതയിലാണ്.
എന്തെല്ലാം ആക്ഷേപങ്ങളും പരാധീനതകളുമാണ് സർ കേരളത്തെക്കുറിച്ച് നിലനിന്നിരുന്നത്. തൊഴിൽ സമരങ്ങൾ, നോക്കുകൂലി, കുരുക്കഴിയാത്ത ചുവപ്പ് നാട, ശോചനീയമായ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂൾ കോളേജുകൾ, വൈദ്യുതി ക്ഷാമം, അങ്ങനെ നീണ്ടുപോകുന്ന പ്രശ്നങ്ങളുടെ പരാതി കൂമ്പാരമായിരുന്നു സർ. അതെല്ലാം മാറിയില്ല സർ. പൂർണ്ണ പരിഹാരത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദമല്ലെന്ന് ഒരു കാലത്ത് വിലയിരുത്തപ്പെട്ടു. ധാരണ തിരുത്തി കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുകയായിരുന്നു വ്യവസായ വകുപ്പിന് മുന്നിലെ ഹെർക്കുലിയൻ വെല്ലുവിളിയെ വിജയകരമായി അതിജീവിച്ച് കേരളത്തെ രാജ്യത്തിൻ്റെ വ്യവസായ നിക്ഷേപ സൗഹൃദ ഭൂപടത്തിൽ 1-ാം സ്ഥാനത്തെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായ സമീപകാല കേരളം കൈവരിച്ചിട്ടുള്ള വിസ്മയകരമായ നേട്ടം. സർ, ടൂറിസം മേഖലയിൽ കേരളത്തിൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു സർ. 2023 ന്യൂയോർക്ക് ടൈംസിന്റെ നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഉൾപ്പെടുന്നു സർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം നിക്ഷേപ സംഗമത്തിലൂടെ 15,126 കോടി രൂപയുടെ നിക്ഷേപങ്ങളുടെ വാഗ്ദാനമാണ് ഉണ്ടായിട്ടുള്ളത് സർ. മുൻ വർഷത്തെ അപേക്ഷിച്ച് 171% വർധനവാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് സർ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി ട്രാവൽ പ്ലസ് ലീഷർ മാഗസിൻ്റെ വായനക്കാർ തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തെയാണ് സർ. കേരളത്തിൻ്റെ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിക്ക് ലണ്ടനിൽ നടന്ന വേൾഡ് ടൂറിസം മാർക്കറ്റിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി സർ. ഭൂനികുതിയുമായി ബന്ധപ്പെട്ട്, റവന്യൂവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കേണ്ടായി സർ. പട്ടയ വിതരണത്തിൽ ചരിത്ര നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പട്ടയ വിതരണത്തിന് പ്രത്യേക ഡാഷ്ബോർഡ്, അതുപോലെ ഒട്ടേറെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത് സർ. ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് സർ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം നിർവഹിക്കുന്നത് 1955 മദ്രാസ് ആക്ട് അനുസരിച്ചാണ് സർ. മലബാർ ദേവസ്വം നിയമനിർമ്മാണത്തിന് 2016 മുതൽ ഗവൺമെൻറ് നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഇതേവരെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 7000-ലധികം ക്ഷേത്ര ജീവനക്കാരിൽ 5000-ലധികം പേർ CD വിഭാഗം ക്ഷേത്രങ്ങളിലാണ് സർ ജോലി ചെയ്യുന്നത്. 25 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ക്ഷേത്രങ്ങളായതുകൊണ്ട് തനത് വരുമാനം കൊണ്ട് ശമ്പളം നൽകാനാവുന്നില്ല. ഗവൺമെൻറ് നൽകുന്ന ഗ്രാൻഡിൽ നിന്നാണ് സർ ശമ്പളം നൽകുന്നത്. 2024-25 ശമ്പള ഇനത്തിൽ 25 കോടിയിലധികം നീക്കിവെച്ചിരുന്നു സർ. ഇതേവരെ 18 കോടി രൂപയാണ് സർ നൽകിയത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 20 ദിവസമാണല്ലോ സർ നമുക്ക് ബാക്കിയുള്ളത്. ഒരു വർഷക്കാലത്തിലധികം ശമ്പള കുടിശ്ശികയുള്ള ആയിരക്കണക്കിന് ക്ഷേത്ര ജീവനക്കാരുണ്ട് സർ. മറ്റ് മേഖലയിലെ ജീവനക്കാരെ പോലെ പ്രത്യക്ഷ സമരം നടത്താൻ ക്ഷേത്ര ജീവനക്കാർക്കാകില്ലല്ലോ. അടിയന്തരമായി ശമ്പള കുടിശ്ശിക നൽകാൻ നടപടികൾ ഉണ്ടാകണമെന്ന് ഇതിൻ്റെ ഭാഗമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സർ. പൊതുവായിട്ടുള്ള നേട്ടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് സർ. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1-ാമത്, പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ 1-ാമത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1-ാമത്, നീതി ആയോഗിൻ്റെ സൂചിക പ്രകാരം ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം, അങ്ങനെ നിരവധി മേഖലകളിൽ ഏറ്റവും ശ്രദ്ധേയവും പ്രശംസാർഹവുമായിട്ടുള്ള രീതിയിലാണ് സർ കേരളം നേട്ടം കൈവരിച്ചിട്ടുള്ളത് സർ. ഇങ്ങനെ വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി മുന്നേറുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് ആക്ഷേപങ്ങളും അപവാദ പ്രചരണങ്ങളും കൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ കൊല്ലത്ത് നടന്ന സമ്മേളനത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട പാലക്കാട് MLA ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് സർ. നിങ്ങൾ അസ്വസ്ഥരാകും, ഞങ്ങൾ ആരും അത്ഭുതപ്പെടുന്നില്ല സർ. ഇന്നലെ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലെ വർദ്ധിത ജനപങ്കാളിത്തവും അവിടുത്തെ അതിശക്തമായിട്ടുള്ള ആ സമ്മേളന നടത്തിപ്പും സമ്മേളനത്തിൻ്റെ സമ്പന്നമായ ഉള്ളടക്കവുമെല്ലാം വായനയിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞു കാണും. അതിൻ്റെ അങ്കലാപ്പിലാണ് സർ നിങ്ങൾക്ക്. സമനില നഷ്ടപ്പെടാതിരുന്നാൽ കേരളീയ സമൂഹത്തിന് നല്ലത് സർ. സമനില നഷ്ടപ്പെടുമോ എന്നൊരാശങ്കയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് മെമ്പറുടെ പ്രസംഗത്തിൽ എനിക്കിവിടെ അനുഭവപ്പെട്ടുള്ളത് സർ. അവിടെ അവതരിപ്പിച്ച രേഖയെക്കുറിച്ച് അദ്ദേഹം പറയേണ്ടായി സർ. രേഖ പൂർണ്ണമായും വായിക്കാൻ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന് മുമ്പാകെ ആ രേഖ സമർപ്പിക്കുകയാണ്. കാരണം വരും നാളുകളിൽ കേരളത്തിൻ്റെ വിസ്മയകരമായ നേട്ടം വർത്തമാനകാല കേരളത്തിൽ, ഈ വർത്തമാനകാല ശാസ്ത്രീയ യുഗത്തിൽ എങ്ങനെ പുതിയ കേരളത്തെ, പുതിയ സമൂഹത്തെ അഡ്രസ് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് സർ മുന്നോട്ട് പോകുന്നത് സർ. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തിയാണ് സർ. നവകേരളത്തിന് ഇണങ്ങിയതും ഭാവനാപൂർണവുമായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിലുള്ളത്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നതടക്കം സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. മധ്യവർഗത്തിന്റെ ഇച്ഛകളെ പ്രതിഫലിപ്പിക്കുക എന്ന കാലിക മാറ്റത്തിനൊപ്പം അടിസ്ഥാന വിഭാഗങ്ങളെയും ഒപ്പം നിർത്തുന്ന വികസന പരിപ്രേക്ഷ്യമാണ് പാർട്ടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം സർ. ഇത് ഞങ്ങളാരും വിലയിരുത്തിയതല്ല. ഇന്ന് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഓഫീസുകളെല്ലാം പടികേറി വന്ന വർത്തമാന പത്രം മാതൃഭൂമിയിലെ എഡിറ്റോറിയലാണ് സർ. ഇത് നിങ്ങൾ വായിച്ചാൽ മതി, ഇത് ഞങ്ങൾ പറയുന്നതല്ല. അപ്പോൾ കേരളത്തിന് ഭാവി കേരളത്തിന് വളരെ കൃത്യമായി
വഴിത്തെളിച്ചമായി CPM സമ്മേളനം മാറുമെന്നാണ് പത്രങ്ങൾ എഡിറ്റോറിയൽ തന്നെ എഴുതിയിട്ടുള്ളത്. സാർ, മാർക്സിസത്തിന്റെ കാലഹരണപ്പെട്ടമെന്ന് വ്യാഖ്യാനിച്ചവരാണ് നിങ്ങൾ. മാർക്സിസം ഒരു ശാസ്ത്രമാണ് സാർ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ലോകത്തിന്റെ യൗവനമാണ്. അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും കാലോചിതമാക്കി മാർക്സിസം ലെനിനിസത്തിൽ വെള്ളം ചേർക്കാതെ കാലോചിതമായ പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യ നന്മയെ മുൻനിർത്തിയുള്ള സാമൂഹ്യ പുരോഗതിയെ മുൻനിർത്തിയുള്ള ഇടപെടലുകളാണ് സാർ നടത്തുന്നത്. ആ ഒരു പ്രവർത്തനത്തിന് ഉജ്ജ്വലമായ തുടക്കമാണ് സമ്മേളനത്തെ കുറിച്ചിരിക്കുന്നത്. ഇതിനെ എല്ലാ പിന്തുണയും നൽകുന്നു.